1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും 1 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ബീഫ് ക്രഷ് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് മിക്സാക്കി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചതും 1/4 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് പാലും അല്പം ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്ത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ഈ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു സോസ് പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡ് റെഡിയായി വന്നാൽ മറിച്ചിട്ടും ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.